ഹലോ ആർമീസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആർ യു ഷുവറിന്റെ ഫസ്റ്റ് എപ്പിസോഡിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ആണ്. ആർ യു ഷുവറിന്റെ ഫസ്റ്റ് എപ്പിസോഡ് റിലീസ് ആയത് August 8-നാണ്. നിങ്ങൾ ഭൂരിപക്ഷം പേരും ഈ എപ്പിസോഡ് ഓൾറെഡി കണ്ടതായിരിക്കും. എന്നാലും കാണാത്തവർക്ക് വേണ്ടിയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡിസ്നി പ്ലസിൽ എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കത്തില്ലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമുക്കറിയാലോ, ആ റിയൽ ആയിട്ട് അവരുടെ ആ ഫുൾ വീഡിയോ നമ്മൾ കാണുന്നത്ര എക്സ്പീരിയൻസ് എന്തായാലും എക്സ്പ്ലനേഷന് കിട്ടത്തില്ല. എന്നാലും നിങ്ങൾ ഇത് എൻജോയ് ചെയ്യുമെന്ന് കരുതുന്നു. 2023 ജൂലൈ 14 ഗുഡ് മോർണിംഗ് അമേരിക്ക എന്ന ഷോയിൽ ജംഗുക് തന്റെ 7 എന്ന ഗാനം ലൈവ് അവതരിപ്പിച്ച ദിവസത്തേക്ക് ഷോ നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്നു. ഇതിന്റെ ഗുഡ് മോർണിംഗ് അമേരിക്ക എന്ന പ്രോഗ്രാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാണ് ജംഗുക് ജിമ്മിനോടൊപ്പം ചേരുന്നത്. മിലിറ്ററിയിൽ പോകുന്നതിന് മുമ്പ് ഒരുമിച്ചൊരു യാത്ര ചെയ്യാമെന്നുള്ളത് ജിമ്മിന്റെ സജഷൻ ആയിരുന്നു. ഫസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നത് തന്നെ രണ്ടുപേരോട് കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കുന്നത് തന്നെ ഈ മിലിറ്ററി പോകുന്നതിന് മുമ്പ് ഈ ഒരുമിച്ചെടുക്കുന്ന വീഡിയോയെ കുറിച്ചാണ്. പിന്നീട് ജംഗുക്കും ജിമ്മിനും കൂടെ ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു. ഡ്രൈവ് ചെയ്യുന്നത് ജംഗുക്കാണ്. ന്യൂയോർക്കിലൂടെ രണ്ടുപേരും എൻജോയ് ചെയ്തു പോകുന്നു. രണ്ടുപേരും ചിരിച്ച് എൻജോയ് ചെയ്താണ് പോകുന്നത്. ഇതിനിടയിൽ മഴയും പെയ്യുന്നുണ്ട്. ജംഗുക്കിന്റെ സോങ്ങിന്റെ ഒക്കെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് ഷൂട്ട് ചെയ്തതാണ് ഈ ട്രാവൽ ബ്ലോഗ്. സോ ജംഗുക്ക് ഒരുപാട് ടയേർഡ് ആണ്. അതുപോലെ ജംഗുക്കിന്റെ ത്രോട്ടിനും പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടുപേരുടെയും കെയറിംഗ് ഉണ്ടോ, ദേ ആർ എൻജോയിങ് ദ ട്രിപ്പ്. AC ഓൺ ചെയ്യേണ്ടെന്നും ത്രോട്ട് പ്രോബ്ലം ഉണ്ടാകുമെന്നും ജിമ്മിനിടയ്ക്ക് പറയുന്നുണ്ട്. ഇതിനിടയിൽ സംസാരത്തിനിടയിൽ ജിമ്മിൻ പറയുന്നുണ്ട്, ഞാൻ വീനെ എപ്പോഴും വിളിക്കാറുണ്ട്, എന്നിട്ട് അവൻ പറയും എന്തെങ്കിലും നമുക്ക് മീറ്റ് ചെയ്യണമെന്ന്. ബിസി ഷെഡ്യൂൾ കാരണം നടക്കാറില്ലെന്ന്. ജംഗുക്കും പറയുന്നുണ്ട്, ഈ റിയാലിറ്റി ഷോ ഇല്ലായിരുന്നെങ്കിൽ നമ്മളും ഇന്ന് ചിലപ്പോൾ മീറ്റ് ചെയ്യില്ലായിരുന്നു എന്ന്. ഇതിനിടയിൽ 7 സോങ് ഒക്കെ ഇടയ്ക്ക് പ്ലേ ചെയ്യുന്നുണ്ട്. ജിമ്മിന് പാടാനും ശ്രമിക്കുന്നുണ്ട്. ജംഗുക്കാണെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ജിമ്മിന് കുറച്ച് സിംഗിങ് ലെസൺസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന സീനിൽ രണ്ടുപേരും ഫുഡ് കഴിക്കാനായിട്ട് കയറുന്നതാണ്. സത്യം പറഞ്ഞാൽ കൊറിയൻസ് ആയതുകൊണ്ട് ന്യൂയോർക്കിലെ ഫുഡിനെ കുറിച്ചൊന്നും അവർക്കറിയില്ല. അതിപ്പോ നമുക്കാണെങ്കിലും അങ്ങനെയാണല്ലോ. ബട്ട് ബുദ്ധിമാനായ ജംഗുക്ക് മറ്റുള്ളവരുടെ ടേബിളിൽ നോക്കി ഓർഡർ ചെയ്യുന്നുണ്ട്. ബട്ട് ജിമ്മിനാണെങ്കിൽ ബ്ലൂ ബർഗർ ആണ് ഓർഡർ ചെയ്തത്. ജിമ്മിന്റെ സ്റ്റൊമക് ബഗിന്റെ തുടക്കം ഇവിടെ നിന്നാണെന്നാണ് എന്റെ ഒരു നിഗമനം. ജിമ്മിന്റെ മുഖം കണ്ടാൽ അറിയാം ഈ ടേസ്റ്റ് അത്ര പിടിച്ചിട്ടില്ലെന്ന്. ജംഗുക്ക് ഇതിനിടയിൽ ചോദിക്കുന്നുണ്ട്, പിന്നെ നീ എന്തിനാ ഇത് ഓർഡർ ചെയ്തേന്നൊക്കെ. കൂടാതെ ജംഗുക്കും ഇത് മേടിച്ച് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ജംഗുക്കിന് ഇത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. മേ ബി ജംഗുക്ക് ഒരു പിക്കി ഈറ്റർ അല്ലാത്തതുകൊണ്ടായിരിക്കാം. ബാക്കി ഓർഡർ ചെയ്ത ഫുഡൊക്കെ ജിമ്മിന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ജംഗുക്കിന് പിന്നെ എല്ലാം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഇറങ്ങി നേരെ പോകുന്നത് ഡ്രസ്സ് മേടിക്കാനാണ്. അവർ ഈ പോകുന്ന വഴിയിലും വണ്ടിയിലിരിക്കുമ്പോൾ ജംഗുക്ക് സ്റ്റിൽ ആ ഫുഡിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ലിപ്പറിന്റെ സെക്ഷനിൽ എത്തുമ്പോഴത്തേന് ജിമ്മിനാണല്ലോ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ മെമ്പർ. അതും പറഞ്ഞ് ജംഗുക്ക് കുറച്ച് കളിയാക്കുന്നുണ്ട്. ഇവിടെ ഉള്ളതെല്ലാം എക്സൽ ആണെന്നും പറഞ്ഞ് സ്ലിപ്പറൊക്കെ മേടിച്ച് പോകുന്ന വഴിക്ക് ഒരു ആർമി അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട് അവരോട് തിരിച്ച് സംസാരിക്കുന്നുണ്ട്. കുറെ വെറൈറ്റി ഡ്രിങ്ക്സ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ജിമ്മിന് അതെല്ലാം കണ്ട് ചിരിച്ചൊക്കെ നിൽക്കുവാണ്. രണ്ടുപേരും ഒരു വെറൈറ്റി ആയിട്ടുള്ള ബിയറൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ശരിക്കും എനിക്കിതിൽ ജിമ്മിനെ കണ്ടിട്ട് ചിരിയാ വരുന്നത്. കാരണം ആളുടെ റിയാക്ഷൻ കേൾക്കുമ്പോൾ തന്നെ ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നത്. ഇവിടുന്ന് നേരെ ഇറങ്ങി വണ്ടിയിൽ കയറി കഴിയുമ്പോഴത്തേന് വേറെ ആളാണ് ഡ്രൈവ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ഇവരൊരു ബോട്ട് റൈഡിങ്ങിനാണ് പോകുന്നത്. കൈങ് അങ്ങനെ എന്താണെന്ന് തോന്നുന്നത്. എന്റെ പ്രൊനൗൺസിയേഷൻ അതെനിക്ക് ശരിക്കും അറിയില്ല. പക്ഷെ നമ്മളൊക്കെ ബോട്ട് റൈഡിങ്ങിന് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ജിമ്മിന് ഒരാൾ ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ജംഗുക്ക് എക്സ്ട്രാ ആയതുകൊണ്ട് ഇൻസ്ട്രക്ഷൻ ഒന്നും കേൾക്കാതെ തന്നെ കയറിയിരുന്ന് തുഴയാൻ തുടങ്ങി. ജിമ്മിന് ഇൻസ്ട്രക്ഷൻ കിട്ടിയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല ബാലൻസിലൊക്കെ തുഴഞ്ഞു പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ ജംഗുക്ക് ഇൻസ്ട്രക്ഷൻ ഒന്നും ഇല്ലാതെ വൈബ് ചെയ്ത് തുഴഞ്ഞു വരുന്നു. പക്ഷെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വീഴുവാണ് ചെയ്തത്. ശരിക്കും ജിമ്മിന്റെ ചിരി കേട്ടിട്ടാണെങ്കിലാണ് കൂടുതൽ ചിരി വന്നത്. ജിമ്മിനെ തെറ്റ് പറയാൻ പറ്റത്തില്ല. നമ്മളാണെങ്കിലും കൂട്ടുകാർ വീഴുമ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം ചിരിക്കുകയാണല്ലോ ചെയ്യാറുള്ളത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ജംഗുക്കിന് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ കാല് വെച്ചിരിക്കുന്നത് കറക്റ്റ് അല്ല. ജംഗുക്ക് ഇങ്ങനെ കാല് മടക്കി വെച്ചത്. ജിമ്മിന് എനിക്ക് തോന്നുന്നു ഇൻസ്ട്രക്ഷൻ കിട്ടിയതുകൊണ്ട് കാല് കറക്റ്റ് ആയിട്ട് വെച്ചുകൊണ്ടാണ് ജിമ്മിന് ബാലൻസ് കിട്ടിയത്. ജംഗുക്കിന്റെ സേഫ്റ്റി ഗാർഡ്സ് കരയിൽ എത്തിച്ചെങ്കിലും ജംഗുക്കിന്റെ ശ്രദ്ധ നമ്മളെപ്പോലെ ഫോണിൽ തന്നെയായിരുന്നു. ഫോൺ സേഫ് ആയിടത്തോളം ജംഗുക്കിന് വീണത് പ്രോബ്ലം ആയിരുന്നു. ജിമ്മിനാണെങ്കിൽ സ്റ്റിൽ ചിരിച്ചോണ്ടിരിക്കുകയാണ്. ജംഗുക്ക് ആണെങ്കിൽ വെള്ളത്തിനെ പഴിച്ചോണ്ടിരിക്കുകയാണ്. ഇത് വെള്ളത്തിന്റെ ഫോൾട്ട് ആണെന്നുള്ള രീതിയിലാണ് ജംഗുക്ക് സ്വയം പറയുന്നത്. ജംഗുക്കിന് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ജംഗുക്ക് സ്റ്റിൽ വീണെന്നുള്ളത്. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ ജംഗുക്ക് എത്രമാത്രം കോമ്പറ്റേറ്റീവ് ആണ് റൺ എപ്പിസോഡുകളിലെന്ന്. ജംഗുക്കിന് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. ജംഗുക്കിനേക്കാളും നന്നായിട്ട് ജിമ്മിൻ തുഴഞ്ഞു പോയെന്നും ജംഗുക്ക് വീണെന്നും. അവസാനം അങ്ങനെ ജംഗുക്ക് ഇൻസ്ട്രക്ടറിന്റെ ഇൻസ്ട്രക്ഷനോട് കൂടി ബോട്ട് ഓടിച്ചിട്ടുണ്ട്. ഫൈനലി ഗീവ് അപ്പ് ചെയ്യാതെ ജംഗുക്ക് തുഴഞ്ഞു ജിമ്മിനേക്കാളും മുന്നിൽ എത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ കോമ്പറ്റേറ്റീവ് മൈൻഡ്. കുറെ നേരത്തെ തൊഴിലിന് ശേഷം രണ്ടുപേരും ലാസ്റ്റ് കരയിൽ എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് അവർ യാത്ര തിരിച്ചിരിക്കുന്നത് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലത്തേക്കാണ്. രണ്ടുപേരും മാച്ചിങ് ടീഷർട്ട് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഇവരിന്ന് ക്യാമ്പിംഗ് ചെയ്യുവാണ്. ഓൾമോസ്റ്റ് അവർ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഡിന്നറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരസ്പരം സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ ജിമിൻ പറയുന്നുണ്ട്, ഞാൻ വീനെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ തന്നെ ജംഗുക്ക് വീനെ വീഡിയോ കോൾ വിളിക്കുന്നു. വി അപ്പൊ തന്നെ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എവിടെയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
ജങ്കുക്ക് ഫിലിം ചെയ്യുക നാളെ മോട്ടോർ സൈക്കിൾ റൈഡ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വി ചോദിക്കുന്നുണ്ട് നാളെയോ മോട്ടോർ സൈക്കിൾ നാളെ റൈഡ് ചെയ്യുന്നു അങ്ങനെ ചോദിക്കുന്നുണ്ട്. എനിക്കൊന്ന് സേഫ്റ്റി ഇതൊക്കെ വെച്ചാന്ന് തോന്നുന്നു വി അങ്ങനെ ചോദിച്ചത്. അപ്പൊ തന്നെ ജങ്കുക്ക് റിപ്ലൈ ഒന്നും കൊടുക്കാതെ കോള് കട്ട് ചെയ്തിട്ട് ഇരുന്ന് ചിരിക്കുന്നുണ്ട്. തൊട്ടുപുറകെ വി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബേഡ് ചെർപ്പിംഗ് വോയിസ് ആണ് കേൾക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ അത് എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നതെന്ന്. നമ്മുടെയൊക്കെ അവിടുത്തെ ടു ശബ്ദത്തിന് പകരമാണെന്ന് തോന്നുന്നു ഇത് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. വി അയച്ച മെസ്സേജ് ജങ്കുക്ക് വായിക്കുമ്പോഴാണ് നമ്മളെ ആ ഒരു ബേഡ് ചെർപ്പിംഗ് വോയിസിൽ കേൾപ്പിക്കുന്നത്. ആ ടെക്സ്റ്റ് മെസ്സേജ് വായിച്ചു കേട്ട് ചിരിച്ചു കഴിഞ്ഞ് ജങ്കുക്ക് പറയുന്നുണ്ട് തേയോങ് എന്ത് അഡോറബിൾ എന്ത് ക്യൂട്ട് ഐ ലവ് യു എന്ന് 2 തവണ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് തൊട്ടുപുറകെ ജിമിൻ ഷുഗേനെ വിളിക്കുന്നുണ്ട്. ഷുഗ കുറച്ച് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പോലാണ് സംസാരിക്കുന്നത്. ഇവർ ഓൾറെഡി ഫിലിം ചെയ്യുകയെന്ന് ആൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കൂടാതെ ജിമിനോട് സംസാരിക്കുന്നതിനിടയിൽ ജങ്കുക്കിന്റെ പാട്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഒരുപാട് സപ്പോർട്ട് ചെയ്ത രീതിയിൽ സംസാരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് യുങ്കി കോൾ കട്ട് ചെയ്യുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഇവർ റൂമിലോട്ട് പോകുന്നുണ്ട്. അതിനിടയ്ക്ക് ജിമ്മിന് സ്റ്റൊമക് ബഗ് പ്രോബ്ലംസ് ഒക്കെ വന്നെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ബാത്റൂമിലോട്ടൊക്കെ കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഇവർ ഉറക്കം കഴിഞ്ഞ് നേരെ രാവിലെയാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം കാണിക്കുന്ന സീനിൽ ജങ്കുക്ക് വന്ന് ജിമ്മിനോട് ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ഉറങ്ങിയ വഴിക്ക് ജങ്കുക്കിന്റെ കൈ ജിമ്മിന്റെ മുഖത്തിടിച്ചിട്ട് ജിമ്മിൻ കൂടുതൽ സമയം ഫ്രിഡ്ജിന്റെ മുന്നിൽ ഐസ് വെക്കാനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ജങ്കുക്ക് ജിമ്മിന് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. മരുന്നൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ജങ്കുക്ക് ജിമ്മിൻ ഡൈങ് എന്നൊക്കെ ചുമ്മാ പറയുന്നുണ്ട്. കൂടാതെ ജങ്കുക്ക് കുറെ സ്റ്റോൺ ഒക്കെ വെച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ശബ്ദം കേട്ട് പാവം ജിമ്മിൻ ഉണർന്നിങ്ങനെ ഇരിപ്പുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് ജങ്കുക്ക് ഓൾമോസ്റ്റ് അത് ബിൽഡപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ജങ്കുക്ക് അത് നല്ല ഹൈറ്റിൽ ബിൽഡപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ജങ്കുക്ക് ഒരു മേക്ക് വിഷ് ഒക്കെ ചെയ്യുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ജിമ്മിൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ജിമ്മിനോട് എന്തെങ്കിലുമൊക്കെ വിഷ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ജിമ്മിൻ വിഷ് ചെയ്യുന്നത് എന്റെ ഈ ദേഹത്തെ ടോക്സിൻ ഒക്കെ പോട്ടെ എന്നാണ്. അതായത് ഉദ്ദേശിക്കുന്നത് ആ സ്റ്റൊമക് ബഗ് എല്ലാം മാറട്ടെ എന്നാണ് ജിമ്മിൻ വിഷ് ചെയ്യുന്നത്. ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ഇവർ കാണിക്കുന്നത് നെക്സ്റ്റ് എപ്പിസോഡിനുള്ള ടീസറാണ്. ഇതുകൊണ്ട് അവസാനിക്കുവാണ് ഈ എപ്പിസോഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം. ബൈ ആർമീസ്.